ഇതുകൊണ്ടെങ്കിൽ പാലക്കാട് ഒരു വീട്ടിൽ വന്നിട്ട് ഒരു അക്രമി ചെയ്യുന്ന പണിയാണിത് കണ്ടോ. ഒരു വീട്ടിൽ വന്നിട്ട് അമ്മന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അവന്റെ സന്തോഷം അവന് ഹാപ്പി ആയിട്ട് പോണ കണ്ടോ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പട്ടാപ്പകൽ വീട്ടിൽ കയറി വൃദ്ധയുടെ കഴുത്തിൽ കത്തിവെച്ച് മോഷണം നടത്തിയ പ്രതി പിടിയിൽ. മോഷണത്തിന് ശേഷം വീട്ടിലെ CCTV ക്യാമറയ്ക്ക് മുന്നിൽ പ്രതി വിജയാഹ്ലാദ പ്രകടനവും നടത്തി. സ്ഥിരം കുറ്റവാളിയായ റോബിൻ എന്ന 23-കാരനാണ് പിടിയിലായത്. 2 പോക്സോ കേസുകളിൽ പ്രതിയാണ്. കമലാ മേരി എന്ന 70 വയസ്സുകാരിയോടായിരുന്നു പ്രതിയുടെ ക്രൂരത. നിലവിളിക്കാൻ പോലും ആകാത്ത വണ്ണം അവർ ഈ ഒരു വിഷയത്തില് ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിനോട്, പ്രത്യേകിച്ച് നമ്മുടെ ജയിലിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര മന്ത്രിനോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു സുഖ സൗകര്യങ്ങൾ ഒക്കെ ഒന്ന് വെട്ടിച്ചുരുക്കണം. ആർക്കും എന്ത് ധൈര്യവും കൊടുക്കുകയാണ് അവിടെ. നമുക്ക് ദിവസം 100-600 ഉറുപ്പ്യ കിട്ടുന്നുണ്ട്, അതുപോലെ നല്ല നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്. പിന്നെ എന്ത് പേടിക്കാനായി ശിക്ഷ അനുഭവിക്കാൻ പോണ ആളുകൾക്ക്? അതുകൊണ്ട് അത്തരത്തിലുള്ള ഒഴിവാക്കിയിട്ട് അവിടെ ശിക്ഷ തന്നെ കൊടുക്കണം. അവിടെ പോയി കഴിഞ്ഞാൽ ഇതാണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അത്തരത്തിലുള്ള പണികൾ എടുത്തേ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ സർക്കാരൊക്കെ ചെയ്ത് വളരെ മോശം പരിപാടിയാണ്. ഉള്ള ആളുകൾക്ക് പൈസ കൂട്ടി കൊടുക്കുക, ശമ്പളം കൂട്ടി കൊടുക്കുക, നല്ല ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഓരോ ആഴ്ചയിൽ നമ്മൾ പുറത്ത് സാധാരണ സർക്കാർ സ്കൂളുകൾക്ക് പോലും ഇല്ലാത്ത തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഈ ജയിലിൽ കൊടുക്കുന്നത്. ദയവ് ചെയ്തിട്ട് നമ്മളെല്ലാവരും മാക്സിമം ഇതൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ജനങ്ങള് ഇത്തരം ക്രിമിനലുകൾക്ക് വളരാൻ ഏറ്റവും സൗകര്യമാകുന്ന ഇതുപോലുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുത്തിട്ടാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനൊരു പരിഹാരം കാണണം.